Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. Today in this lecture, we will be discussing about financing through debentures. In the previous classes, we have learned about shareholders fund. Today in this section, we will be discussing about debt capital. Debt capital is the part of the total capital invested in the business through raising loans. The company has to repay the loan in the future date as per the agreement with the investor. ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ഓവറോൾ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ അകത്ത് എത്രത്തോളം ക്യാപിറ്റലാണ് നമ്മൾ ലോൺസ് യൂസ് ചെയ്തുകൊണ്ട് റേസ് ചെയ്തു, അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ കടം മേടിച്ചുകൊണ്ട് എത്രത്തോളം ക്യാപിറ്റൽ റേസ് ചെയ്തു, ആ ഒരു എമൗണ്ട് ആണ് നമ്മുടെ ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ റേസ് ചെയ്യുന്ന ഡെപ്റ്റ് ക്യാപിറ്റൽ കമ്പനി ഫ്യൂച്ചർ ഡേറ്റിൽ റീപേ ചെയ്യേണ്ടതായിട്ട് വരും. ആ ഒരു ഇൻവെസ്റ്ററിൽ നിന്നും എന്ത് എഗ്രിമെന്റ് പ്രകാരമാണോ നമ്മൾ ലോൺ കളക്ട് ചെയ്തത്, ആ എഗ്രിമെന്റ് പ്രകാരം ഒരു ഫ്യൂച്ചർ ഡേറ്റിൽ ഈ ലോൺ എമൗണ്ട് റീപേ ചെയ്യേണ്ടതായിട്ട് വരും കമ്പനി. Debt capital may be in the form of debenture, public sector bonds, long-term loans, innovative sources, etc. Today in this section, we will be discussing in detail about debenture. Financing through debentures. Debenture is an acknowledgement of debt. It is only a written document issued by a company as an evidence of its debt capital. ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആ കമ്പനിയുടെ ഡെപ്റ്റ് ക്യാപിറ്റലിനെ അക്നോളജ് ചെയ്യുന്ന തരത്തിലുള്ള റിട്ടേൺ ഡോക്യുമെന്റ് ആണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഡിബഞ്ചർ ഇസ് ആൻ അക്നോളജ്മെന്റ് ഓഫ് ഡെപ്റ്റ്. ഒരു ഇൻവെസ്റ്ററിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ലോൺ എമൗണ്ട് കളക്ട് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്ററിന് തിരിച്ച് നമ്മൾ നൽകുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഇത്ര രൂപ നിങ്ങളുടെ കയ്യിൽ നിന്നും കൈപ്പറ്റി എന്ന് പറയുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ആണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. A debenture is an instrument in writing acknowledging a debt under the seal of the company. ഒരു ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതായത് ഒരു ഇൻവെസ്റ്ററിന്റെ കയ്യിൽ നിന്നും ഡെപ്റ്റ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അതിന് തിരിച്ചു നൽകുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റ് എന്നൊരു ഇൻസ്ട്രുമെന്റ് ആണ് ഡിബഞ്ചർ എന്ന് പറയുന്നത്. യൂഷ്വലി സെക്യൂർഡ് ബൈ എ ഫിക്സ്ഡ് ഓർ ഫ്ലോട്ടിംഗ് ചാർജ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. ഇത്തരത്തിൽ ഒരു ഇൻവെസ്റ്ററിൽ നിന്നും കളക്ട് ചെയ്യുന്ന ലോണിന് സെക്യൂരിറ്റി ആയിട്ട് ആ ഓർഗനൈസേഷന്റെ അസറ്റ്സിനെ നമ്മൾ ഒന്നെങ്കിൽ ഫിക്സ്ഡ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ചാർജ് വഴി സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ കളക്ട് ചെയ്യുന്ന ലോണിന് സെക്യൂരിറ്റി ആയിട്ട് കമ്പനിയുടെ അസറ്റ്സിനെ പ്ലെഡ്ജ് ചെയ്തിരിക്കുന്നു. ബെയറിംഗ് എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ആ ഒരു ഡിബഞ്ചറിന് അല്ലെങ്കിൽ ഇൻവെസ്റ്ററിന്റെ കയ്യിൽ നിന്നും നമ്മൾ ലോൺ കളക്ട് ചെയ്യുന്നതിന് മാസാമാസം നമ്മളൊരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. repayable within or after a specific period or irredeemable during the existence of the company. ഒരു ഡിബഞ്ചർ എന്ന് പറയുന്നത് റിഡീമബിൾ ആണ്. കുറച്ച് നാളിന് ശേഷം ഒരു സ്പെസിഫിക് പീരിയഡിന് ശേഷം നമ്മൾ ആ ഒരു ഡിബഞ്ചറിന്റെ എമൗണ്ട് തിരിച്ചു കൊടുത്ത് ഈ ഡോക്യുമെന്റ് തിരിച്ച് റിഡീം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിൽ ആണ് ജനറലി റിഡീമബിൾ ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് ഇർറിഡീമബിൾ ഡിബഞ്ചേഴ്സ് കമ്പനിയുടെ ലൈഫ് ടൈം വരെയാണ് അതിന്റെ എക്സിസ്റ്റൻസ്. അപ്പോൾ ഒരു ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്ററിന്റെ കയ്യിൽ നിന്നും കളക്ട് ചെയ്യുന്ന ഡെപ്റ്റിനുള്ള അക്നോളജ്മെന്റിനെയാണ് നമ്മൾ ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഈ ഡിബഞ്ചർ ഒരു ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് ഉണ്ട്, അത് റിഡീമബിൾ ആണ്. ആഫ്റ്റർ എ സർട്ടൻ period of time it is redeemable, except in the case of irredeemable debentures. Now let us see what are the different kinds of debentures. On the base of transferability, registered debentures. These are debentures registered in the book of the company. ഒരു കമ്പനിയുടെ ബുക്ക് അല്ലെങ്കിൽ രജിസ്റ്ററിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുക. അതായത് ഒരു ഇൻവെസ്റ്ററിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ലോൺ കളക്ട് ചെയ്യുമ്പോൾ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ലോൺ കളക്ട് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്ററിന്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഒരു കമ്പനി ഡിബഞ്ചർ രജിസ്റ്ററിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുക. ഇതിനുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെസ്റ്ററിന് ഈ ഡിബഞ്ചർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ ആ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റും റിഡീം ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എല്ലാം കളക്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ടാണ് തന്നെ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. Bearer debentures. The name and other details of bearer debentures
are not recorded in the register of debentures of the company. They can be freely transferred. The principal amount and interest when due are payable to the holder of these debentures. ഒരു bearer debenture എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ഡിബഞ്ചർ പോലെ പേരും ഡീറ്റെയിൽസും ഒന്നും കമ്പനിയുടെ ഡിബഞ്ചർ രജിസ്റ്ററിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആരുടെ കയ്യിലാണോ ഈ bearer debenture ഉള്ളത് അദ്ദേഹമാണ് ഇൻട്രസ്റ്റ് ലഭിക്കാനും പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കിട്ടാനുമെല്ലാം ഉള്ള അധികാരമുണ്ടാവുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റി ഡിബഞ്ചേഴ്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു: രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് ആൻഡ് bearer debentures. On the basis of security, secured or mortgage debentures. These are debentures secured by a fixed or floating charge on the assets of the company. Repayment of principal and interest on such debentures is secured. സെക്യൂരിറ്റിയുടെ ബേസിൽ നമ്മൾ സെക്യൂർഡ് ഓർ മോർട്ട്ഗേജ് ഡിബഞ്ചർ എന്ന നിലയിലാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. സെക്യൂർഡ് ഡിബഞ്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ലോൺ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ഡിബഞ്ചർ കളക്ട് ചെയ്തുകൊണ്ട് കൊടുക്കുന്ന എമൗണ്ടിന് ഒരു സെക്യൂരിറ്റി, കമ്പനിയുടെ അസറ്റ്സിനെ സെക്യൂരിറ്റി ആയിട്ട് കരുതുന്നതിനാണ് നമ്മൾ സെക്യൂർഡ് അല്ലെങ്കിൽ മോർട്ട്ഗേജ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുക. ഇത്തരത്തിൽ ചില കേസിൽ ഫിക്സഡ് ചാർജ് ആയിരിക്കാം, ചില കേസിൽ ഫ്ലോട്ടിംഗ് ചാർജ് ആയിരിക്കാം. When specific assets are named as security, it becomes fixed charge. On the other hand, when assets in generally are offered as security, it becomes a floating charge. ഒരു കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റ് സ്പെസിഫൈ ചെയ്ത് സെക്യൂരിറ്റി ആയിട്ട് നൽകുകയാണെങ്കിൽ അതിനെ ഫിക്സഡ് ചാർജ് എന്നും, അതല്ല കമ്പനിയുടെ ജനറൽ അസറ്റ്സിനെ എല്ലാം കൂടെയാണ് സെക്യൂരിറ്റി ആയി കരുതുന്നതെങ്കിൽ അതിനെ ഫ്ലോട്ടിംഗ് ചാർജും എന്നാണ് പറയുന്നത്. അപ്പോൾ സെക്യൂർഡ് അല്ലെങ്കിൽ മോർട്ട്ഗേജ് ഡിബഞ്ചർ എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ടിന് സെക്യൂരിറ്റി ആയിട്ട് കമ്പനിയുടെ അസറ്റ്സിനെ പ്ലെഡ്ജ് ചെയ്തേക്കുന്നതിനാണ് നമ്മൾ secured or mortgage debentures എന്ന് പറയാം. Simple or unsecured debentures. These debentures carry no security with regard to repayment of principal and interest. The general solvency of the company is the only security for these debentures. യാതൊരുവിധ അസറ്റ്സുമായി പ്ലെഡ്ജ് ചെയ്യാത്ത ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ അൺസെക്യൂർഡ് ഓർ സിമ്പിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. അതായത് ഈ ഒരു ഡിബഞ്ചേഴ്സിന് നമ്മൾ മേടിക്കുന്ന വഴി കൊടുക്കുന്ന എമൗണ്ട് തിരിച്ചു കിട്ടാനോ ഇൻട്രസ്റ്റിനോ യാതൊരുവിധ കമ്പനിയുടെ അസറ്റ്സുമായി ഒരു ബന്ധവുമില്ല. ആ കമ്പനി എത്രത്തോളം നാൾ പ്രോഫിറ്റബിൾ ആയി മെയിൻറ്റെയിൻ ചെയ്യുന്ന അത്രത്തോളം നാൾ ഇൻവെസ്റ്ററിന് ഡിബഞ്ചർ ഹോൾഡറിന് ഇൻട്രസ്റ്റ് ലഭിച്ചുകൊണ്ടിരിക്കും. അല്ലാത്ത പക്ഷം ഇൻട്രസ്റ്റ് ലഭിക്കില്ല, പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കിട്ടണമെന്ന് യാതൊരുവിധ സെക്യൂരിറ്റിയുമില്ല. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് സെക്യൂരിറ്റി രണ്ട് ടൈപ്പാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്: സെക്യൂർഡ് ഓർ മോർട്ട്ഗേജ് ഡിബഞ്ചേഴ്സ് ആൻഡ് സിമ്പിൾ ഓർ അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ്. On the base of redeemability, redeemable debentures, the principal amount of which is repayable after a specific period of time. അതായത് ഒരു നിശ്ചിത പീരീഡിന് ശേഷം ഡിബഞ്ചർ ഹോൾഡറിന് ലഭിക്കാനുള്ള ഫണ്ട് പ്രിൻസിപ്പൽ എമൗണ്ട് റീപേ ചെയ്തുകൊണ്ട് ആ ഡിബഞ്ചറിനെ റിഡീം ചെയ്യാൻ തക്കതായ ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ റിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. Irredeemable debentures which are not repayable during the lifetime of the company. They are also called perpetual debentures. ഒരു ഡിബഞ്ചറിനെ ആ കമ്പനിയുടെ ലൈഫ് ടൈമിൽ ഒരിക്കൽ പോലും റിഡീം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കമ്പനി എത്ര നാളുണ്ടോ അത്രയും നാളത്തേക്കാണ് ആ ഡിബഞ്ചറിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്നുള്ളതിനാണ് നമ്മൾ ഇർറിഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയാം. ഇതിനെ മറ്റൊരു രീതിയിൽ പെർപച്വൽ ഡിബഞ്ചേഴ്സ് എന്നും അറിയപ്പെടും. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് റിഡീമബിലിറ്റി, റിഡീമബിൾ ഡിബഞ്ചേഴ്സ് ആൻഡ് ഇർറിഡീമബിൾ ഡിബഞ്ചേഴ്സ്. On the basis of convertibility, convertible debentures. It can be converted into shares of the company at the option of the holders. ഒരു ഡിബഞ്ചർ ഹോൾഡറിനെ അദ്ദേഹത്തിൻ്റെ ഡിബഞ്ചറിനെ ഷെയർ ആയി കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇറ്റ് കനോട്ട് ബി കൺവേർട്ടഡ് ഇൻ ടു ഷെയർസ് ഓഫ് ദ കമ്പനി. ഒരു ഡിബഞ്ചർ ഹോൾഡറിനെ ഒരിക്കലും ഷെയർ ഹോൾഡറായി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത്തരമുള്ള ഡിബഞ്ചേഴ്സിനെയാണ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്നും പറയുന്നത്. Upon the base of convertibility, convertible debentures and non-convertible debentures. Priority, first mortgage debentures. These are payable first out of the property charged. ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പ് സമയത്ത് അസറ്റ്സിനെ റിയലൈസ് ചെയ്ത് ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്യുമ്പോൾ ഫസ്റ്റ് സെറ്റിൽമെൻറ്റ് കിട്ടാൻ റൈറ്റുള്ള ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് മോർട്ട്ഗേജ് ഡിബഞ്ചേഴ്സ് എന്നും സെക്കൻഡ് മോർട്ട്ഗേജ് ഡിബഞ്ചേഴ്സ് ദീസ് ആർ പേയബിൾ ആഫ്റ്റർ സാറ്റിസ്ഫൈങ് ദ ഫസ്റ്റ് മോർട്ട്ഗേജ് ഡിബഞ്ചേഴ്സ്.
ഫസ്റ്റ് മോർട്ട്ഗേജ് ഡിബഞ്ചേഴ്സിനെ സെറ്റിൽ ചെയ്തതിന് ശേഷം രണ്ടാമത് സെറ്റിൽമെന്റ് ലഭിക്കുക എന്നുള്ളത് മാത്രമാണ് സെക്കൻഡ് മോർട്ട്ഗേജ് ഡിബഞ്ചേഴ്സിന്റെ റൈറ്റ്. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് പ്രയോറിറ്റി ഫസ്റ്റ് മോർട്ട്ഗേജ് ഡിബഞ്ചേഴ്സ് ആൻഡ് സെക്കൻഡ് മോർട്ട്ഗേജ് ഡിബഞ്ചേഴ്സ്. Now let us look into the features of debentures. Maturity. Generally, debentures are to be repaid at a definite time as stipulated in the issue. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡിബഞ്ചർ എപ്പോഴും റിഡീമബിൾ ആണ്. ഒരു നിശ്ചിത പീരീഡിന് ശേഷം കമ്പനി ഡിബഞ്ചേഴ്സിനെ റിഡീം ചെയ്യണം. ഇർറിഡീമബിളിന്റെ കേസിൽ മാത്രമാണ് ഇൻഡെഫിനിറ്റ് ആയി ആ കമ്പനിയുടെ ലൈഫ് ടൈമിൽ മൊത്തത്തിൽ ഡിബഞ്ചർ ലാസ്റ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ ഡിബഞ്ചേഴ്സും കൃത്യമായ ഒരു ടൈമിന് ശേഷം റിഡീം ചെയ്യേണ്ടതാണ്. മെച്യൂരിറ്റി ഡേറ്റ് ഉള്ളതാണ് എല്ലാ ഡിബഞ്ചേഴ്സും. Claim on income. A fixed rate of interest is payable on debentures. A company has a legal obligation to pay interest on due dates irrespective of its level of earnings. ഒരു ഡിബഞ്ചർ ഹോൾഡറിനുള്ള റൈറ്റ് ആണ് കൃത്യമായ ഇന്റർവെൽസിലെ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് ലഭിക്കുക എന്നുള്ള ഒരു കമ്പനിയുടെ ഒബ്ലിഗേഷൻ കൂടിയതാണ്. അതായത് ഒരു കമ്പനി ഡിബഞ്ചേഴ്സ് യൂസ് ചെയ്ത് ഫണ്ട് റേസ് ചെയ്യുകയാണെങ്കിൽ ആ ഡിബഞ്ചേഴ്സിന് കൃത്യമായ ഡ്യൂ ഡേറ്റുകളിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ കമ്പനിക്ക് ലയബിലിറ്റി ഉണ്ട്. ഇൻ കേസ് കമ്പനിക്ക് ഏർണിങ്സ് സ്റ്റേബിൾ അല്ല എങ്കിൽ പോലും കൃത്യമായ സമയാസമയങ്ങളിൽ ഇൻട്രസ്റ്റ് നൽകുക തന്നെ വേണം. ഇറസ്പെക്റ്റീവ് ഓഫ് ലെവൽ ഓഫ് ഏർണിങ്സ്. എത്ര ഏർണിങ്സ് ഉണ്ടോ, ലാഭമാണോ നഷ്ടമാണോ എന്നത് ബാധകമല്ല. കൃത്യമായ ഡ്യൂ ഡേറ്റ്സിൽ ഡിബഞ്ചേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കണം. ക്ലെയിം ഓൺ അസെറ്റ്സ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഹാസ് പ്രയോറിറ്റി ടു ക്ലെയിം ഓൺ അസെറ്റ്സ് ഓഫ് ദ കമ്പനി. They have to be paid first before making payment to preference or equity shareholders in the event of liquidation of the company. ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് സമയത്ത് അസറ്റ്സിനെ റിയലൈസ് ചെയ്ത് സെറ്റിൽമെന്റ് നടത്തുമ്പോൾ ഒരു പ്രിഫറൻസ് ഷെയർ ഹോൾഡറിന് കൊടുക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഒരു ഇക്വിറ്റി ഷെയർ ഹോൾഡറിന് കൊടുക്കുന്നതിന് മുമ്പേ ഫസ്റ്റ് നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയാണ് സെറ്റിൽ ചെയ്യേണ്ടത്. കൺട്രോൾ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആർ ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദ കമ്പനി. ദേ ഡു നോട്ട് ഹാവ് കൺട്രോൾ ഓവർ ദ മാനേജ്മെന്റ് ഓഫ് ദ കമ്പനി. ഒരു ഡിബഞ്ചർ ഹോൾഡർ എന്ന് പറയുന്നത് കമ്പനിയുടെ ക്രെഡിറ്റർ ആണ്, ഒരിക്കലും ഒരു ഷെയർ ഹോൾഡർ അല്ല. കമ്പനിയുടെ ക്രെഡിറ്റർ ആണ് ഡിബഞ്ചർ ഹോൾഡർ. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ മാനേജ്മെന്റിലോ മറ്റ് തീരുമാനങ്ങളിലോ വോട്ടിംഗ് റൈറ്റ് ഒന്നും തന്നെ ഒരു ഡിബഞ്ചർ ഹോൾഡറിന് ലഭിക്കുന്നില്ല. Now let us look into the advantages of debentures. It provides long-term finance to the company. ഒരു ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് വഴി ഒരു കമ്പനി അക്വയർ ചെയ്യുന്നത് ലോങ് ടേമിലേക്കുള്ളൊരു ഫിനാൻസ് ആണ്. ഒരു ഡിബഞ്ചർ എപ്പോഴും നമ്മൾ റിഡീമബിൾ ആണെങ്കിൽ പോലും എപ്പോഴും ഒരു ലോങ് ടേമിലേക്കാണ് ഡിബഞ്ചേഴ്സിനെ ഇഷ്യൂ ചെയ്യുന്നത്. The rate of interest payable is less than the rate of dividend on shares. ഒരു കമ്പനി ഷെയർ ഹോൾഡേഴ്സിന് നൽകുന്ന ഡിവിഡൻഡിനെക്കാട്ടിൽ കുറഞ്ഞ റേറ്റ് ആണ് ഡിബഞ്ചേഴ്സിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ്. അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതാണ് ലെസ് എക്സ്പെൻസ്. ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഇസ് എ ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ്. ഒരു ഡിബഞ്ചർ ഹോൾഡറിന് നൽകുന്ന ഇൻട്രസ്റ്റ് കമ്പനിക്ക് ടാക്സ് ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആണ്. അത് നമുക്ക് ടാക്സ് കാൽക്കുലേഷൻ സമയത്ത് നമുക്കൊരു ഡിഡക്റ്റബിൾ എക്സ്പെൻസ് ആയിട്ടാണ് ലഭിക്കുന്നത്. അതുവഴിയും ഒരു കമ്പനിക്ക് അഡ്വാൻറ്റേജ് ആണ് ഡിബഞ്ചറിനെ ഇഷ്യൂ ചെയ്യുന്നത്. ഡെപ്റ്റ് ഫിനാൻസിംഗ് ഡസ് നോട്ട് ഡൈല്യൂട്ട് കൺട്രോൾ. ഒരു ഡിബഞ്ചർ ഹോൾഡർ എപ്പോഴും കമ്പനിയുടെ ഒരു ക്രെഡിറ്റർ മാത്രമാണ്. കമ്പനിയുടെ മാനേജ്മെന്റിലോ യാതൊരുവിധ പാർട്ടിസിപ്പേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡിബഞ്ചർ കൂടുതൽ ഇഷ്യൂ ചെയ്യുന്ന വഴി കമ്പനിയുടെ കൺട്രോൾ ഒരിക്കലും ഡൈല്യൂട്ട് ചെയ്യപ്പെടില്ല. Redeemable debentures provide flexibility in the capital structure of a company. ഡിബഞ്ചേഴ്സ് കൃത്യമായ പീരിയഡിൽ റിഡീം ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചർ ഫ്ലെക്സിബിൾ ആയി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഡിബഞ്ചേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കൃത്യമായ സമയത്ത് റിഡീം ചെയ്ത് പുതിയ ഡിബഞ്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വഴി ക്യാപിറ്റൽ സ്ട്രക്ചർ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ഡിബഞ്ചർ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. Now let us see what are the different kinds of debentures. On the base of transferability, registered debentures. These are debentures registered in the book of the company. ഒരു കമ്പനിയുടെ ബുക്ക് അല്ലെങ്കിൽ രജിസ്റ്ററിൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുക. അതായത് ഒരു ഇൻവെസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ലോൺ കളക്ട് ചെയ്യുമ്പോൾ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് ലോൺ കളക്ട് ചെയ്യുമ്പോൾ ആ ഇൻവെസ്റ്ററിൻ്റെ പേരും ഡീറ്റെയിൽസും എല്ലാം ഒരു കമ്പനി
ഡിബഞ്ചർ രജിസ്റ്ററിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഡിബഞ്ചേഴ്സിനെയാണ് നമ്മൾ രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുക. ഇതിനുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെസ്റ്ററിന് ഈ ഡിബഞ്ചർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ ആ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റും റിഡീം ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ട് എല്ലാം കളക്ട് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അതുകൊണ്ടാണ് അതിന് രജിസ്റ്റേർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. Bearer debentures. The name and other details of bearer debentures are not recorded in the register of debentures of the company. They can be freely transferred. The principal amount and interest when due are payable to the holder of these debentures. ഒരു bearer debenture എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ഡിബഞ്ചർ പോലെ പേരും ഡീറ്റെയിൽസും ഒന്നും കമ്പനിയുടെ ഡിബഞ്ചർ രജിസ്റ്ററിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ആരുടെ കയ്യിലാണോ ഈ bearer ഡിബഞ്ചർ ഉള്ളത് അദ്ദേഹമാണ് ഇൻട്രസ്റ്റ് ലഭിക്കാനും പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കിട്ടാനുമെല്ലാം ഉള്ള അധികാരമുണ്ടാവുന്നത്. ഇത് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺ ദ ബേസ് ഓഫ് ട്രാൻസ്ഫറബിലിറ്റി ഡിബഞ്ചേഴ്സിനെ രണ്ടായി ഡിവൈഡ് ചെയ്തേക്കുന്നു. രജിസ്റ്റേർഡ് ഡിബഞ്ചർ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡെപ്റ്റ് ക്യാപിറ്റലിലെ ആദ്യത്തെ ടൈപ്പായ ഡിബഞ്ചറിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. എന്താണ് ഒരു ഡിബഞ്ചർ എന്ന് നമ്മൾ കണ്ടു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഡിബഞ്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചും പറഞ്ഞു. അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഹാവ് എ നൈസ് ഡേ.